ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മോട്ടോർ തകരാറിലായി വെള്ളം ലഭിക്കാത്ത സാഹചര്യം മൂലമാണ് ടോയ്ലറ്റ് അടച്ചിട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം പഞ്ചായത്ത് സ്റ്റാൻഡിൽ ഒരു വശത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും കുടിവെള്ളമില്ല. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ. ഇരട്ടയാർ ബസ് സ്റ്റാൻഡിന് സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ടിട്ട് നാളുകൾ കഴിഞ്ഞിരിക്കുന്നത്. വെള്ളം ഇവിടേക്ക് എത്തിക്കുന്ന മോട്ടോർ തകരാറിലായത് മൂലം വെള്ളം ഇവിടെ ലഭ്യമാകാത്ത സാഹചര്യം മൂലമാണ് ടോയ്ലറ്റ് അടച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും കുടിവെള്ളം നിലച്ചിട്ട ദിവസങ്ങൾ കഴിഞ്ഞു. ഇതോടെ ഹോട്ടൽ, കോഫി ഷോപ്പുകൾ അടക്കമുള്ളവ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ അടച്ചിട്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ കെടുകാര്യസ്ഥതയാണ് കാരണമെന്നാണ് ആരോപണം ഉയരുന്നത്. വിഷയത്തിൽ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. പഞ്ചായത്ത് ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലെ ഈ വ്യാപാരികളും ഈ വ്യാപാരശാലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും പഞ്ചായത്തിൽ നിവേദനം കൊടുത്തു. നിവേദനം കൊടുത്തതിന് ശേഷം അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ അത് ഉപയോഗിച്ചു, വെള്ളം എവിടെ നിന്നാണ് നിങ്ങൾ കൊണ്ടുവരണമെന്നും പറഞ്ഞു. ഇപ്പോൾ ഇന്നലെയും മിനിയാന്നുമൊക്കെ ഈ ശുചിമുറി ഉപയോഗിക്കുന്ന ഇവിടെ വ്യാപാര സ്ഥാപനത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഈ വെള്ളം ബക്കറ്റിൽ മറ്റ് ഹോട്ടലിൽ നിന്ന് കോരിക്കൊണ്ട് വന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് കണ്ടിട്ട് പോലും പഞ്ചായത്ത് ഈ മോട്ടോർ നന്നാക്കി വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. സ്ത്രീകൾ അടക്കമുള്ളവർ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ശുചിമുറി പോകണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് വേണം പോകാൻ. കടയിൽ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു 3 ആഴ്ചയായി ഈ അവസ്ഥ. ഞങ്ങളിവിടെ വന്ന് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരിക, പോകേണ്ട അവസ്ഥയാണ്. അതിവിടെ വെള്ളത്തിന് പരാതി കൊടുത്തു, പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞ് നിയമപരമായിട്ടല്ല പേപ്പറിൽ എഴുതി കൊടുത്തു. ഇതിന് ഇതുവരെ ഒരു തീരുമാനമുണ്ട്. ശുചിമുറി പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനമടക്കം പഞ്ചായത്ത് അധികൃതർ മുൻപാകെ നൽകിയെങ്കിലും നടപടി വൈകുകയാണെന്ന് പറയുന്നു. അടിയന്തരമായി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയുടെ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.